ഹലോ. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഭയങ്കര ബോറടി കേട്ടോ. കണ്ണകിയാണെങ്കിൽ അങ്ങ് ഉറങ്ങുകയും ചെയ്തു. പിന്നെ എന്ത് ചെയ്യാനാ, വെറുതെ ഇരിക്കണമല്ലോ എന്ന് ഓർത്ത് ഇരുന്നപ്പോഴാണ് പുറകു വശത്താണെങ്കിൽ നല്ല കമ്പിളി നാരങ്ങ ഉണ്ട് കേട്ടോ. പലയിടത്തും ഇതിന് പല പേരാണ്, ബബ്ലൂസ് നാരങ്ങയോ അങ്ങനെ എന്തൊക്കെയാ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ഏതായാലും ഒരെണ്ണം അങ്ങ് പിച്ചി. ഞാൻ ഈ കമ്പിളി നാരങ്ങയൊന്നും പൊളിച്ച് കഴിക്കാറില്ല. ആരെങ്കിലും പൊളിച്ച് തന്നാൽ കഴിക്കും, അത്രേ ഉള്ളൂ. പിച്ചാത്തി ഒന്നും അകത്ത് മുട്ടരുത് എന്ന് പറയുന്ന കേൾക്കാം. ഞാൻ എന്തായാലും മുറിച്ചപ്പോൾ തന്നെ പകുതി പോയിട്ടുണ്ട്, കണ്ടില്ലേ. ഞാൻ എന്ത് പാടുവിട്ടാ ഇത് മുറിക്കുന്നത്, കണ്ടില്ലേ, ബലമൊക്കെ പിടിച്ച്. ശരിക്കും പറഞ്ഞാൽ ഇത് സിമ്പിളാണ്. പിന്നെ എനിക്ക് ഇച്ചിരി ആരോഗ്യം കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഈ ബലമൊക്കെ പിടിച്ച് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും ഞാൻ കീർക്കണിച്ച് പുറത്തെടുത്തിട്ടുണ്ട് സാധനം. ഉപ്പും മുളകും കൂട്ടി കഴിക്കാലോ എന്നോർത്ത് ഞാൻ ദേ അത്തപ്പൂ ഒക്കെ ഇട്ട് വെച്ചേക്കും കേട്ടോ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഒരു വകയ്ക്ക് കൊള്ളത്തില്ല. ഇതിന് മധുരവും ഇല്ല, പുളിയും ഇല്ല, ഒന്നുമില്ല. ചെറുതായിട്ടൊരു മധുരം, അത്രേ ഉള്ളു. അപ്പൊ എനിക്ക് വലിയ എന്തോന്നൊന്നും തോന്നിയില്ല. അങ്ങനെ ആ ഒരു വിഷമത്തിലിരുന്നപ്പം ഞങ്ങളുടെ മീനൂട്ടിയാണെങ്കിൽ വിളിച്ച്, മീനൂട്ടിക്ക് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ അവക്ക് ഇച്ചിരി എടുത്ത് കൊടുത്തിട്ട് ഞാൻ വൈകിട്ട് പാല് കൊടുക്കാൻ പോവാലോ എന്നോർത്ത് നടന്ന് പോവാണ് പാല് കൊടുക്കാൻ. 2 വീടുകളിൽ പാല് കൊടുക്കണം. അങ്ങനെ ആദ്യത്തെ വീട്ടിൽ കൊടുത്തു, രണ്ടാമത്തെ വീട്ടിലും കൊടുത്തു. ഞാനൊരു പാൽക്കാരിയാണേ. എന്നിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളുടെ പറമ്പുണ്ട് കേട്ടോ. അതാണ്ട് കണ്ടില്ലേ, ഹരിതാപവും പച്ചപ്പും ഒക്കെ നിറഞ്ഞങ്ങോട്ട് കിടക്കുക. പോച്ചയുടെ ബഹളം കൊണ്ട് അയ്യത്തോട്ട് കയറാൻ പറ്റത്തില്ല. പാത്തുവാണ് എന്റെ കൂടെ വന്നത്. ലാസ്റ്റ് ഞങ്ങൾ പാത്തുവിന്റെ വീട്ടിൽ വന്ന് പാത്തുമ്മയുടെ ആടിനെയൊക്കെ കളിപ്പിച്ച് 2-3 ഉണ്ട്. ആദ്യത്തെ ഇത്, രണ്ടാമത്തേത് ഇത്, മൂന്നാമത്തേനെ കാണണ്ടേ, ഇതേ കുഞ്ഞു പിള്ളേരെ പോലെ ബാസ്ക്കറ്റിനകത്ത് കയറി കിടക്കോ കള്ളൻ. ആടിനെ കളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ അതേ ഫർഹാന സ്കൂൾ വിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്താ സന്തോഷം, ഓടിച്ചാടി വരുക. പിന്നെ ഞാൻ പിള്ളേർക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് ഞാനിങ്ങ് പോയിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.